ഹലോ ഗൈസ്, എന്താണ് വിശേഷമൊക്കെ? സുഖല്ലേ? നമ്മളിന്നുള്ളത് ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയായ ഗാലയിലുള്ള സുൽത്താൻ കാബൂസ് പള്ളിയിലുള്ളത്. ഈ പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകവും ചരിത്രങ്ങളുള്ള പള്ളിയാണിത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളിന്ന് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഓക്കെ, കമോൺ ഫോളോ മീ. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 100 ഏക്കറിലധികം സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 10 ഏക്കർ ഉണ്ടാവുള്ളൂ. പക്ഷെ ടോട്ടലായിട്ട് കാർ പാർക്കിങ്ങും ആൾക്കാർ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുപാട് കാര്യങ്ങളൊക്കെ ഏകദേശം 100 ഏക്കർ എന്നാണ് പറയപ്പെടുന്നത്. പെരുന്നാളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രഷ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാരും വിദേശികളൊക്കെ ഒരുപാട് നല്ല തിരക്കുണ്ടാവും ഈ പള്ളിയിൽ. ബാക്കിയുള്ള സീസണിൽ അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുന്ന ഏരിയ തന്നെയാണിത്. പിന്നെ ഇതിൽ ഒരുപാട് എന്താ പറയുക റെക്കോർഡുകളൊക്കെ ഉള്ള പള്ളിയാണ്. പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല. അതുപോലെ ഇതിൻ്റെ കാർപ്പറ്റ്, അതുപോലെ ഇതിൻ്റെ അകത്ത് വല്ല സ്വർണ്ണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക ഈ ബൾബ് ഒക്കെ അലങ്കരിച്ചുള്ളത് 24 ക്യാരറ്റ് സ്വർണ്ണ ഗോൾഡിലൊക്കെയാണെന്ന് പറയപ്പെടുന്നത്. ഈ പള്ളിയുടെ ഒരു ഭാഗത്തുള്ള ഹൗളാണിത്. ഈ ഹൗളിൽ ഒരു പ്രാവശ്യം വന്നിട്ട് ഞാൻ കുടിക്കുന്നത് ഈ വെള്ളം ഇരിക്കാൻ പറ്റാണ്ട് എന്താ ചെയ്യണമെന്ന് അറിയാണ്ട് സെൻസറാണ് ഇതിൽ നിന്ന്. അപ്പോൾ വെള്ളം എങ്ങനെ കാണിച്ചാലോ ഇങ്ങനെ വരുമെന്ന് അറിയില്ല. ഈ സെൻസറിലാണ് ഈ വെള്ളം വരുന്നത്. ഇതൊരു പരിധി കഴിഞ്ഞാൽ ഓഫാകും. അയ്യോ, രാവിലെ തന്നെ പള്ളി ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ.
ഇതിന് അത്യാവശ്യം സ്റ്റാഫുകൾ തന്നെ ഉണ്ട് പള്ളി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മുടെ പള്ളിയുടെ അകത്തേക്കാണ് പോകുന്നത്. അൽഹംദുലില്ലാ, ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയുടെ അകത്താണ് ഉള്ളത്. ഈ കാർപ്പറ്റിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. താഴെയുള്ള കാർപ്പറ്റിന് എന്തൊക്കെയോ ഇവിടെ നിന്ന് കൊടുത്തിട്ട് നെയ്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത ഉള്ള കാർപ്പറ്റാണ് ഈ കാണുന്നത്. പിന്നെ ഈ ലൈറ്റിന് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 24 ക്യാരറ്റിലാണിത് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഒമാനിൽ ചോദിച്ചപ്പോൾ ഒമാനിൽ പറഞ്ഞു സംഭവം. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഒമാനിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഗാലപ്പള്ളി. ഈ പൂവൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പള്ളിയുടെ അകത്ത് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. പൂവൊക്കെ ഇത് തണുപ്പിലങ്ങനെ ഭയങ്കര നല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ പൂവുകളൊക്കെ. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നല്ല വൃത്തിയാക്കി അതിനുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ റെഡിയാക്കാറുണ്ട്. ഇതിൻ്റെ സംഭവം ഇത് ലിച്ചിയാണ് തോന്നുന്നത്. ലിച്ചിപ്പഴം ഉണ്ട്, ഫ്ലവർ. ഇതൊക്കെ ആഴ്ചയിൽ തന്നെ എല്ലാം വൃത്തിയാക്കും, എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം റൗണ്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഞാവൽപ്പഴം തോന്നുന്നു. ഞാവൽ തന്നെയാണോ? അല്ല, ഞാവലല്ല, അങ്ങനെ എന്തോ ഒരു സംഭവം. പക്ഷെ എന്തായാലും മസ്റ്റായിട്ട് ഒമാനിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണുന്നത്. നാട്ടിൽ തെച്ചിപ്പോവാൻ തോന്നുന്നു സംശയം. ഈ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള വിശാലമായ ഒരു പാർക്കിംഗ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ വിശാലമായ പാർക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിലെ എന്താ പറയുക, കൈക്കട കേസ് ഒക്കെ അടക്കി വെച്ചിട്ട് എന്താ പറയുക, കൈക്കട വെപ്പണി കാണുന്നതൊക്കെ. പിന്നെ ഫ്ലവർ അതിൻ്റെ അപ്പുറത്ത് ഈത്തപ്പന തോട്ടം തന്നെ ഉണ്ട്. സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈത്തപ്പഴം അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ താഴെ വീണൊക്കെ കൊടുക്കട്ടോ. രണ്ട് സൈഡിലായിട്ടും അത്യാവശ്യം ഫ്ലവർ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കടലാസ് പൂ ഉള്ളത്. കടലാസ് പൂ പല നിറത്തിലും പല കളറിലും വ്യത്യസ്തമായ ഭംഗിയുള്ളതാണ് കടലാസ് പൂവുകളൊക്കെ. ഇവിടെ ഭംഗിയായിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട്. ഇതിന് താഴേക്ക് നിന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് തന്നെ അടിയിലുണ്ട്. വേനലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ മഴ പെയ്യാറില്ലല്ലോ, എന്നാലും മഴ പെയ്യാറുണ്ട്, എങ്കിലും വളരെ കുറവാണ് മഴ പെയ്യുന്നത്. ഇതിനടിയിൽ പൈപ്പ് തന്നെ ഉണ്ട്. നമുക്ക് പോകുന്ന ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡ് ഭാഗത്തേക്കാണ് പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈത്തപ്പഴമൊക്കെ ആയി തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ എന്നൊക്കെ മെയ് അല്ലേ, ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ ഒന്ന് ജൂലൈയിലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും ഈത്തപ്പഴം. ഇപ്പോൾ താഴെ അത്യാവശ്യം സാധനങ്ങൾ വീണെടുക്കുന്നുണ്ടാവും ഈത്തപ്പഴങ്ങളൊക്കെ. അത് പറിക്കാൻ തന്നെ ആൾക്കാരുണ്ടാവും. രാവിലെ കഴിഞ്ഞാൽ രാവിലെ സമയത്ത് ഇപ്പോൾ 7 മണിയായി. അത്യാവശ്യം സ്റ്റാഫുകളൊക്കെ ചെടി വൃത്തിയാക്കാനും പുല്ല് വൃത്തിയാക്കാനൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് ഇപ്പോൾ തന്നെ.
പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വണ്ടികളൊന്നും അലൗഡ് അല്ല കേട്ടോ. ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയാണിത്, സുൽത്താൻ കാബൂസ്. നമ്മളിപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഗാലയിലുള്ള സുൽത്താൻ കാബൂസ് പള്ളിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒമാനിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്തിരിക്കണം. ഈ ഭാഗത്ത് നല്ല ലൊക്കേഷനാണ്, ഒരുപാട് വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന ഭാഗമാണ്. അടിപൊളി ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്, അത്യാവശ്യം പാർക്കിങ്, ഫ്ലവേഴ്സ് ഒരുപാടുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്തപോലെ ഈ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.